Hello, in this section we are discussing about tides. Tide. Tideന്റെ definition പറയുകയാണെങ്കിൽ the periodic rise and fall of ocean water is known as tides. Regular ആയിട്ട് ocean water rise ചെയ്യുകയും fall ചെയ്യുകയും ചെയ്യുന്നതിനാണ് tides എന്ന് വിളിക്കുന്നത്. Tides എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ long period waves ആണ്. വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നതിൽ പീരീഡിന്റെ അനുസരിച്ച് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ടൈഡൽ വേവ്സ് എന്ന് പറയുന്നത്. ടൈഡൽ വേവ്സ് ഫോം ചെയ്യുന്നത് മൂണിന്റെയും സണ്ണിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കമ്പൈൻഡ് ആയിട്ട് എർത്തിൽ കാണപ്പെടുന്ന ഓഷനിൽ എക്സേർട്ട് ആകുമ്പോഴാണ്. ടൈഡ്സ് ഒറിജിൻ ചെയ്യുന്ന ഓഷനിലാണ്, അത് പ്രോഗ്രസ് ചെയ്യുന്നത് കോസ്റ്റ് ലൈൻസിലോട്ടാണ്. ഇനി സീ സർഫസിൽ എത്തുമ്പോൾ അതിന് റെഗുലർ ആയിട്ട് റൈസും ഉണ്ടാവാറുണ്ട്, ഫോളും ഉണ്ടാവാറുണ്ട്. ഈ ഹയസ്റ്റ് പാർട്ടോ അല്ലെങ്കിൽ ക്രെസ്റ്റ് ആണ് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ എത്തുന്നെങ്കിൽ ആ പാർട്ടിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്നത് ഹൈ ടൈഡ് ആണ്. അതേസമയം ലോവസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ട്രഫാണ് എത്തുന്നെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്നത് ലോ ടൈഡ് ആണ്. ഇനി ഹൈ ടൈഡും ലോ ടൈഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസിനെ വിളിക്കുന്നത് ടൈഡൽ റേഞ്ച് എന്നാണ്. ഇനി ഒരു ടൈഡ് റൈസ് ചെയ്യുകയും ഫോൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ ഒരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ ഉണ്ടാവുന്നുണ്ട്. ആ ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെ വിളിക്കുന്ന പേര് ടൈഡൽ കറന്റ് എന്നാണ്. ഇനി ആ ഒരു ടൈഡൽ കറന്റ് ഒരു കോസ്റ്റിലോട്ടോ ബേയിലോട്ടോ എക്സ്റ്ററിലോട്ടോ ഒക്കെ ഇൻകമ്മിങ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് ഫ്ലഡ് കറന്റ് എന്നാണ്. അതേസമയം ഔട്ട് ഗോയിങ് ആയിട്ടാണ് ആ ടൈഡ് ഉണ്ടാവുന്നതെങ്കിൽ, അതായത് കോസ്റ്റിൽ നിന്നോ ബേയിൽ നിന്നോ എക്സ്റ്ററിൽ നിന്നോ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് എബ് ടൈഡ് എന്നാണ്. ഇനി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫ്ലഡും കറണ്ടും എപ്പോഴും ഉണ്ടാവുന്നത് ഹൈ ടൈഡിന്റെയും ലോ ടൈഡിന്റെയും സമയത്തായിരിക്കും, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത സമയങ്ങളിലായിരിക്കും ഫ്ലഡ് കറണ്ടും അതുപോലെ എബ് കറണ്ടും ഏറ്റവും സ്ട്രോങ് ആയിട്ട് കാണപ്പെടുന്നത്. ഇനി ഫ്ലഡിനും കറണ്ടിനും എബ് കറണ്ടിനും ഇടയിലുള്ള വീക്കസ്റ്റ് കറണ്ടിനെ വിളിക്കുന്നത് സ്ലാക്ക് കറണ്ട് അല്ലെങ്കിൽ സ്ലാക്ക് വാട്ടർ എന്നാണ്. കോസസ് ഓഫ് ടൈഡ്സ്. Forces that contribute to tides are called tidal constituents. ടൈഡ്സ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ടൈഡ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന എല്ലാ ഫോഴ്സസിനെയും കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് ടൈഡൽ കോൺസ്റ്റിറ്റ്യുവൻസ്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് എർത്തിന്റെ റൊട്ടേഷൻ ആണ്. അതുപോലെ തന്നെ ടൈഡ്സ് ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനമായിട്ടൊരു കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറയുന്നത് മൂണിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. ഈ മൂണിന്റെ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത് എർത്തിന് മേലുള്ള ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. മൂണും അതുപോലെ തന്നെ സണ്ണും ഒരുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്തിന് മേൽ ചെലുത്തുന്നുണ്ട്. പക്ഷെ മൂണിന്റെ പുള്ള് സണ്ണിനെക്കാട്ടും വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആണ്. കാരണം എന്ന് പറയുന്നത് എർത്തിന്റെ അടുത്ത് സണ്ണിനെക്കാട്ടും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് മൂണാണ്. അതുകൊണ്ട് തന്നെ സൈസ് കുറവാണെങ്കിലും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മൂണാണ് കൂടുതലായിട്ട് എർത്തിന് മേൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെലുത്തുന്നത്. ഇനി മൂണിന് ടൈഡ്സിനെ എർത്തിൽ നിന്ന് ടൈഡ്സിനെ റൈസ് ചെയ്യാൻ ഒരു എബിലിറ്റി ഉണ്ട്. അത് ടൈഡൽ ഫോഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മൂണ് എർത്തിന്മേല് ടൈഡൽ ഫോഴ്സ് ചെലുത്തുന്ന സമയത്ത് എർത്തിൽ കംപ്ലീറ്റ് ആയിട്ടാണ് ആ ടൈഡൽ ഫോഴ്സ് ചെലുത്തുന്നത്. പക്ഷെ എർത്തിന്റെ ലാൻഡ് സർഫസിന് അതിന്മേൽ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുള്ളൂ. കാരണം ലാൻഡ് സർഫസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ അതുകൊണ്ട് മൂവ് ചെയ്യുന്നുള്ളൂ. ലാൻഡ് സർഫസ് മൂവ് ചെയ്യുന്നുണ്ട്. ലാൻഡ് സർഫസിന് ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ദിവസം ജസ്റ്റ് 22 ഇഞ്ചസ് അല്ലെങ്കിൽ 55 സെന്റിമീറ്റേഴ്സ് മാത്രമാണ്. അത് നമ്മൾ വിളിക്കുന്നത് ടെറസ്ട്രിയൽ ടൈഡ്സ് എന്നാണ്. ടെറസ്ട്രിയൽ ടൈഡ്സ് ഒരേ സ്ഥലത്ത് തന്നെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അത് ഓരോ ഒബ്ജക്റ്റ് അനുസരിച്ചും അല്ലെങ്കിൽ ലൊക്കേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കാം. പക്ഷേ ഓഷനിൽ ടൈഡൽ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റർ ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. മൂണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാക്സിമം ആയിട്ട് അനുഭവപ്പെടുന്നത് എർത്ത് സർഫസിൽ ഏത് വശത്താണോ മൂൺ ഫേസ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വശം, അതായത് മൂൺ ഫേസ് ചെയ്യാത്ത വശത്ത് അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഗ്രാവിറ്റേഷണൽ പുള്ളിന്റെയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെയും കമ്പൈൻഡ് ഇഫക്റ്റ് കൊണ്ടാണ് എർത്തിൽ 2 ടൈഡൽ ബൾജസ് ഉണ്ടാകുന്നത്. എവിടെയാണോ എർത്ത് മൂണിനെ ഫേസ് ചെയ്യുന്നത് അവിടെ ഒരു ടൈഡൽ ബൾജ് ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റും മറ്റൊരു ടൈഡൽ ബൾജ് ഉണ്ടാകുന്നുണ്ട്. എവിടെയാണോ എർത്ത് മൂണിനെ ഫേസ് ചെയ്യുന്നത് ആ വശത്ത് ഉണ്ടാകുന്നത് സെൻട്രൽ പെറ്റൽ ഫോഴ്സിന്റെയും ഗ്രാവിറ്റേഷണൽ പുള്ളിന്റെയും ഫലമായിട്ടാണ്. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് വശത്ത് ബൾജ് ഉണ്ടാകുന്ന കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷണറി ഫോഴ്സിന്റെ ഫലമായിട്ടാണ്. ഇനി എർത്ത് മൂണിനെ ഫേസ് ചെയ്യുന്ന വശത്തുണ്ടാകുന്ന ഹൈ ടൈഡിനെ വിളിക്കുന്നത് ഹൈ ടൈഡ് എന്നാണ്. ഇനി എർത്തിന്റെ ഓപ്പോസിറ്റ് വശം, മൂണിനെ ഫേസ് ചെയ്യാത്ത വശത്തുണ്ടാകുന്ന ഹൈ ടൈഡിനെ വിളിക്കുന്നത് ലോ ഹൈ ടൈഡ് എന്നാണ്. ഇനി ഈ ഹൈ ടൈഡിനും ലോ ടൈഡിനും ഇടയിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്.
ഇത്തരത്തിൽ ഫ്ലോ ചെയ്യുന്ന ഹൈ ടൈഡ് ടു ലോ ടൈഡ് ഫ്ലോ ചെയ്യുന്ന വാട്ടറിനെ വിളിക്കുന്ന പേരാണ് എബ് ടൈഡ്. ഇനി രണ്ട് ടൈഡും രണ്ട് എബുമാണ് ഒരേ പ്ലേസിൽ 24 മണിക്കൂറിനിടയിൽ ഉണ്ടാവുന്നത്. എർത്ത് മൂണും രണ്ടും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ പുള്ള പരസ്പരം ചെലുത്തുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ടൈഡൽ ബഡ്ജസ് രണ്ടു വശത്തും ഉണ്ടാവുന്നുണ്ട്. ഇനി മറ്റൊരു ഫിഗർ ആണ്, അതായത് ഒരേ സമയം 24 മണിക്കൂറിന്റെ ഇടയിൽ ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് ഹൈ ടൈഡ്സും രണ്ട് ലോ ടൈഡ്സും ഉണ്ടാവുന്നു എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഗർ ആണ്. അതായത് എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരേ പ്ലേസിൽ ഒരേ സമയം എത്തുമ്പോൾ ഒരു ഹൈ ടൈഡ് ഉണ്ടാവുന്നു, കൃത്യമായ ഇന്റർവെൽ കഴിയുമ്പോൾ അടുത്ത ഹൈ ടൈഡ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ രണ്ട് ലോ ടൈഡ്സും ഉണ്ടാവുന്നുണ്ട്. ഈ ടൈഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ is zigzag. The position of sun, moon and earth in a straight line is called zigzag. സൺ, മൂൺ, എർത്ത് സ്ട്രെയിറ്റ് ലൈൻ ആയി കാണപ്പെടുന്നെങ്കിൽ ആ ഒരു പൊസിഷനെ വിളിക്കുന്ന പേരാണ് സിഗ്ജി. അതെങ്ങനെ വേണോ ആവാം, സൺ മൂൺ എർത്ത് ആവാം, എർത്ത് മൂൺ സൺ ആവാം, അല്ലെങ്കിൽ സൺ എർത്ത് മൂൺ ആവാം, പക്ഷെ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇനി സണ്ണും മൂണും എർത്തിന്റെ ഒരു വശത്താണ് കാണപ്പെടുന്നതെങ്കിൽ, അതായത് എർത്തിന് തൊട്ടടുത്ത മൂണ്, അത് കഴിഞ്ഞാണ് സൺ കാണപ്പെടുന്നതെങ്കിൽ ആ ഒരു പൊസിഷനെ വിളിക്കുന്ന പേര് കൺജങ്ഷൻ. ഇതെല്ലാം സിഗ്ജി പൊസിഷൻ തന്നെയാണ്, പക്ഷേ എർത്തിന്റെ ഒരു വശത്താണ് മൂണും സണ്ണും കാണപ്പെടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് കൺജങ്ഷൻ എന്നാണ്. ആ സമയത്താണ് സോളാർ എക്ലിപ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അതേസമയം എർത്ത് നടുക്കാണ്, ഒരു വശത്ത് മൂണും മറ്റേ വശത്ത് സണ്ണുമാണ് കാണപ്പെടുന്നതെങ്കിൽ ആ പൊസിഷനെ പറയുന്നത് ഒപ്പോസിഷൻ എന്നാണ്. ഇനി സണ്ണും എർത്തും മൂണും ഒരു ക്വാഡ്രാക്ചർ പൊസിഷൻ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ പൊസിഷനിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ക്വാഡ്രാക്ചർ എന്നാണ്. ഇനി കൺജങ്ഷനും ഒപ്പോസിഷനും, അതായത് രണ്ടും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുന്ന പൊസിഷനാണ്. കൺജങ്ഷൻ ആയിരിക്കുന്ന സമയത്താണ് ന്യൂ മൂൺ ഉണ്ടാവുന്നത്. ഇനി ഒപ്പോസിഷൻ ഉണ്ടാവുന്ന സമയത്താണ് ഫുൾ മൂൺ ഉണ്ടാവുന്നത്. കൺജങ്ഷൻ ആയിക്കോട്ടെ ഒപ്പോസിഷൻ ആയിക്കോട്ടെ, ഈ രണ്ട് സമയത്തും ഉണ്ടാവുന്ന ടൈഡ്സ് ആണ് ഹൈ ടൈഡ്സ്. ഫാക്ടേഴ്സ് കൺട്രോളിംഗ് നേച്ചർ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടൈഡ്സ്. ടൈഡ്സിന്റെ നേച്ചറും അതിന്റെ മാഗ്നിറ്റ്യൂഡിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ദ മൂവ്മെന്റ് ഓഫ് ദ മൂൺ ഇൻ റിലേഷൻ ടു എർത്ത്. മൂണാണ് ഏറ്റവും കൂടുതൽ ടൈഡ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നു. അപ്പോൾ മൂണിന്റെ മൂവ്മെന്റ് എർത്തിന് റിലേറ്റ് ചെയ്ത അതിന്റെ മൂവ്മെന്റ് ഒന്നാമത്തെ ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ ചേഞ്ചസ് ഇൻ പൊസിഷൻ ഓഫ് സൺ ആൻഡ് മൂൺ ഇൻ റിലേഷൻ ടു എർത്ത്. എർത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സണ്ണും അതുപോലെ തന്നെ മൂണും അതിന്റെ പൊസിഷൻ മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ പൊസിഷൻ മാറി വരുന്നതിനനുസരിച്ച് ടൈഡിന്റെ നേച്ചറിന് മാറ്റം വരാറുണ്ട്. ദെൻ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഓവർ ദ ഗ്ലോബ്. നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും വാട്ടറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഡിഫറൻസ് ടൈഡൽ ഫോർമേഷനെ ബാധിക്കാറുണ്ട്. Then irregularities in the configuration of ocean. Ocean surface ന്റെ configuration അല്ലെങ്കിൽ റിലീഫ് എന്ന് പറയുന്നത് ടൈഡ്സിന്റെ ഫോർമേഷനെ അല്ലെങ്കിൽ നേച്ചറിനെ മാഗ്നിറ്റ്യൂഡിനെയൊക്കെ ബാധിക്കാറുണ്ട്. Then on the surface of the earth, the horizontal tide generating forces are more important than the vertical forces in generating the tidal bulges. എർത്തിന്റെ സർഫസിൽ ഹൊറിസോണ്ടൽ ടൈഡ് ജനറേറ്റിംഗ് ഫോഴ്സസ് ആണ് വെർട്ടിക്കൽ ഫോഴ്സിനെക്കാട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ ടൈഡൽ ബൾജ് ഉണ്ടാകുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിരിക്കും വെർട്ടിക്കൽ ഫോഴ്സിനെക്കാട്ടും കൂടുതലായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി ടൈഡൽ ബൾജസ് ഉള്ള ഭാഗത്ത് കോണ്ടിനെന്റൽ ഷെൽഫ്സിലൊക്കെ ആണെങ്കിൽ ടൈഡൽ ബൾജസ് നല്ല ഹൈറ്റിലായിരിക്കും കാണപ്പെടുന്നത്. ഇനി മിഡ് ഓഷ്യാനിക് ഐലൻഡ്സിലാണെങ്കിൽ ടൈഡൽ ബൾജസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു കോസ്റ്റ് ലൈനിലെ ഷേപ്പ്, അതിൻ്റെ ബേസ്, എക്സ്റ്ററീസ് ഒക്കെ തന്നെ ടൈഡ്സിനെ ഇൻറ്റൻസിഫൈ ചെയ്യാൻ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഫണൽ ഷേപ്ഡ് ബേസ് ആണെന്നുണ്ടെങ്കിൽ അത് ടൈഡൽ മാഗ്നിറ്റ്യൂഡ്സിനെ നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്തുന്നുണ്ട്. ഇനി ഒരു ടൈഡ് ഒരു ഐലൻഡിൽ കൂടെയോ ചെറിയ ബേസിൽ കൂടെ എക്സ്റ്ററീസിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ടൈഡൽ കറൻസ് എന്നാണ്. ടൈഡൽ ബോർ എന്ന് പറയുന്നത് ഒരു ടൈഡൽ കറന്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ടൈഡിന്റെ നേച്ചറിനെയും മാഗ്നിറ്റ്യൂഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് ടൈഡ്സ്.
ടൈഡ്സ് അതിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച്, ഡയറക്ഷൻ അനുസരിച്ച്, മൂവ്മെൻറ്റിനനുസരിച്ച് ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ടൈഡിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഹൈറ്റിനെ ബേസ് ചെയ്ത് ടൈഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഏത് സമയത്താണ് ഉണ്ടാവുന്നത് അതിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ടൈപ്പ് ടൈഡ്സ് ഉണ്ട്. ഇതൊക്കെ ടൈഡ്സ് ആണെന്ന് നോക്കാം. ഫസ്റ്റ്, ടൈഡ്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി. എത്ര സമയം ഇടവിട്ടാണ് ഉണ്ടാകുന്നത് അതിനെ ബേസ് ചെയ്ത് പ്രധാനമായിട്ടും 4 ടൈപ്പ് ടൈഡ്സ് ആണുള്ളത്. സെമി ഡയറൂണൽ ടൈഡ്സ്, ഡയറൂണൽ ടൈഡ്, മിക്സഡ് ടൈഡ്, ഇക്വിനോട്ടിക്കൽ സ്പ്രിംഗ് ടൈഡ്. സെമി ഡയറൂണൽ ടൈഡ്. ഡയറൂണൽ എന്ന വേർഡിനർത്ഥം ഡെയിലി എന്നാണ്. അപ്പോൾ സെമി ഡയറൂണൽ എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെ പകുതി. An area has a semi-diurnal tidal cycle if it experiences too high and too low tide of approximately equal size every lunar day. ഒരു ഏരിയയിൽ സെമി ഡയറൂണൽ ടൈഡൽ സൈക്കിൾ ഉണ്ടായി എന്നതിനർത്ഥം, അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ട് എന്നതിനർത്ഥം ആ ഒരു പ്രദേശത്ത് ഒരു ലൂണാർ ഡേയിൽ ഈക്വൽ സൈസ് ആയിട്ടുള്ള 2 ഹൈ ടൈഡും 2 ലോ ടൈഡും ഉണ്ടാവണമെന്നാണ്. അത്തരത്തിലുണ്ടാകുന്ന ടൈഡ്സിനെ വിളിക്കുന്ന പേരാണ് സെമി ഡയറൂണൽ ടൈഡ്. ഇനി ഒരു ദിവസത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി 12 hours അല്ല. ഒരു ലൂണാർ ഡേ എന്ന് പറയുമ്പോഴത്തേക്കും 24 hours 52 minutes ആണ് ഒരു ലൂണാർ ഡേ എന്ന് പറയുന്നതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 12 hour 25 minutes. അപ്പം 12 hour 25 minutesന്റെ റെഗുലർ ഇന്റർവെൽ ഉണ്ടാകുന്ന ടൈഡ്സിനെ വിളിക്കുന്ന പേരാണ് സെമി ഡയറൂണൽ ടൈഡ്. ഇതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് മൂണ് എർത്തിന് ചുറ്റും വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണ അത് മൂവ് ചെയ്യുമ്പോഴേക്കും അത് കുറച്ച് ഈസ്റ്റിലോട്ട് കുറച്ചൊരു ബിറ്റ് കുറച്ചുകൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 12 hour 25 minutes എടുക്കുന്നത്. അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് ഡേയ്സ് എത്തുന്ന സമയത്ത് അത് ഏതാണ്ട് ഒരു സെയിം ടൈം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ടൈഡൽ സൈക്കിൾസ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിലാണ്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. 12 മണിക്കൂർ 25 മിനിറ്റ് ഇടവിട്ടുണ്ടാകുന്ന ടൈഡ്സിനെ വിളിക്കുന്ന പേരാണ് സെമി ഡയറൂണൽ ടൈഡ്. ഒരു സ്ഥലത്ത് 12 മണിക്കൂർ 25 മിനിറ്റ് ഇടവിട്ട് 2 ഹൈ ടൈഡും 2 ലോ ടൈഡും ഉണ്ടാകുന്നുണ്ട്. ഡയറൂണൽ ടൈഡ്. ഒരു ഏരിയയിൽ ഡയറൂണൽ ടൈഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ 52 മിനിറ്റിന് ഇടവിട്ട് ഒരു ഹൈ ടൈഡും ഒരു ലോ ടൈഡും ഉണ്ടാവുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറൂണൽ ടൈഡ്. ഇതിന്റെ പ്രത്യേകതയും ഇതിലുണ്ടാവുന്ന ഹൈ ടൈഡിനും ലോ ടൈഡിനും, അതായത് സക്സസീവ് ആയിട്ടുണ്ടാവുന്ന ഒന്ന് കഴിഞ്ഞ് ഒരു ഹൈ ടൈഡ് ഉണ്ടായി, അത് കഴിഞ്ഞ് ലോ ടൈഡ് ഉണ്ടായി, അടുത്തൊരു ഹൈ ടൈഡ് ഉണ്ടായി, അടുത്തൊരു ലോ ടൈഡ് ഉണ്ടായി. ഇത്തരത്തിലുണ്ടാവുന്ന ഹൈ ടൈഡ്സിന്റെ ഹൈറ്റ് എക്സാക്ട്ലി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഏതാണ്ട് ഒരേ ഹൈറ്റ് ആയിരിക്കും. അതുപോലെ ലോ ടൈഡിന്റെ ഹൈറ്റും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. ഇത്തരത്തിലുള്ള ടൈഡ്സ് പ്രധാനമായിട്ടുണ്ടാവുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ റീജിയൻസിലാണ്. മിക്സഡ് ടൈഡ്. മിക്സഡ് ടൈഡ് എന്ന് പറയുന്നത് an area has a mixed semi-diurnal tidal cycle if it experiences too high and too low tides of different size every lunar day. നമ്മൾ സെമി ഡയറൂണൽ ടൈഡ്സിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ പ്രത്യേകത ഒരു ലൂണാർ ഡേയിൽ 2 ഹൈ ടൈഡ്സും 2 ലോ ടൈഡ്സും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഹൈറ്റ് ആൾമോസ്റ്റ് സിമിലർ ആണ്. അതേസമയം ഒരു ദിവസം 2 ഹൈ ടൈഡും 2 ലോ ടൈഡും ഉണ്ടാകുന്നു. പക്ഷേ ഈ ടൈഡിന്റെ ഹൈറ്റ് ഡിഫറെന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സഡ് ടൈഡ്. ഇത്തരത്തിലുള്ള മിക്സഡ് ടൈഡ്സ് പ്രധാനമായി കാണപ്പെടുന്നത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്കയിലാണ്. ഇക്വിനോട്ടിക്കൽ ടൈഡ്സ്. ഇക്വിനോട്ടിക്കൽ ടൈഡ്സ് പറയുന്നതിന് മുമ്പായി ഇക്വിനോക്സ് എന്താണെന്ന് നോക്കാം. വർഷത്തിൽ 2 തവണ സണ്ണിന്റെ പൊസിഷൻ ഇക്വേറ്ററിന് മുകളിലായിട്ട് എത്താറുണ്ട്. ആ സമയത്ത് ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റുമായിരിക്കും ആ ഒരു ഡേയുടെ പ്രത്യേകത. അത്തരത്തിലുള്ള ദിവസങ്ങളെയാണ് ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നത്. അത് മാർച്ച് 21 സെപ്റ്റംബർ 22 എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വെർണൽ എക്വിനോക്സും ഓട്ടോണോമൽ എക്വിനോക്സും, അങ്ങനെ 2 എക്വിനോക്സുകളാണ് വർഷത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇക്വിനോക്സിന്റെ സമയത്ത് മൂണിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് പോലെ തന്നെ സണ്ണും എർത്തിന് മുകളിൽ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇക്വേറ്ററിനെയാണ് സൺ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേറ്ററിനെ ഫേസ് ചെയ്യുന്ന സണ്ണിന്റെയും അതുപോലെ തന്നെ മൂണിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പുള്ള് ഒരു ഹൈ ഗ്രാവിറ്റേഷണൽ പുള്ളായിട്ട് മാറുകയും അവിടെ ഹൈ ടൈഡ്സ്, സ്പ്രിംഗ് ടൈഡ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന ഗ്രേറ്റ് ടൈഡ്സിനെയാണ് ഇക്വിനോട്ടിക്കൽ ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഇത് ഉണ്ടാവുന്നത് 6 മന്ത്
ഇടവേളയിലാണ്, 6 month ഇന്റർവെല്ലിലാണ് ഇത്തരത്തിലുള്ള ടൈഡ്സ് ഉണ്ടാവുന്നത്. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ഫ്രീക്വൻസി ചെയ്തിട്ടുള്ള ടൈഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാൻ, ടൈഡ്സ് ബേസ്ഡ് ഓൺ സൺ, മൂൺ ആൻഡ് എർത്ത് പൊസിഷൻ. എർത്തിന്റെ സണ്ണിന്റെ മൂണിന്റെ പൊസിഷൻ ബേസ് ചെയ്ത് ടൈഡ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, സ്പ്രിംഗ് ടൈഡ്സും നീപ്പ് ടൈഡ്സും. സ്പ്രിംഗ് ടൈഡ്സ്. Very high tides occurring during the new moon and full moon is known as spring tide. Spring tide is also known as king tide or springing forth. ന്യൂ മൂണിന്റെ ഫുൾ മൂണിന്റെ സമയത്ത്, ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ മൂണ് ഫുള്ള് ഡാർക്കായിട്ടിരിക്കുന്ന സമയമാണ്. അതായത് എർത്തിനും സണ്ണിനും ഇടയിലായിട്ട് മൂണ് കാണപ്പെടുന്ന സമയത്തിനെ ന്യൂ മൂൺ എന്ന് പറയുന്നു. ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ എർത്ത് മൂണിനും സണ്ണിനും ഇടയിലായിട്ട് കാണപ്പെടുന്നു. ഈ രണ്ടിലായാലും ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 6G പൊസിഷനാണ്, അതായത് സ്ട്രേറ്റ് ലൈൻ അലൈൻമെന്റ് ആണ്. ഈ ഒരു സമയത്ത് എർത്തിന് സണ്ണിൽ നിന്നും മൂണിൽ നിന്നും കമ്പൈൻഡ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പുള്ള് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ടൈഡ്സ് സാധാരണ ടൈഡ്സിനെക്കാട്ടും വളരെ ഹൈറ്റ് കൂടിയതായിരിക്കും. അതുകൊണ്ടാണ് അതിനെ സ്പ്രിംഗ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. സ്പ്രിംഗ് ടൈഡ്സ് ഒരു ലൂണാർ മന്തിൽ 2 തവണയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പുള്ളും ഉണ്ട്. ഓഷന്റെ ഭാഗത്ത് സാധാരണ ഉണ്ടാകുന്ന ബൾജിനെക്കാട്ടും കൂടുതലായിട്ടൊരു ബൾജ് ഉണ്ടാവുകയും തൊട്ട് ഓപ്പോസിറ്റ് വശത്തും അതേ ബൾജ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി സ്പ്രിംഗ് ടൈഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഹയർ ടൈഡ്സിനെക്കാട്ടും ഹൈറ്റ് കൂടുതലാണ്. പക്ഷെ ആ സമയത്ത് ഉണ്ടാകുന്ന ലോ ടൈഡ്സിന്റെ പ്രത്യേകത ആവറേജ് ടൈഡ്സിനെക്കാട്ടും ഹൈറ്റ് കുറഞ്ഞ ടൈഡ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഇത് ഫുൾ മൂൺ ആണ്, ഇത് ന്യൂ മൂൺ ആണ്. ഫുൾ മൂൺ സമയത്തും ന്യൂ മൂൺ സമയത്തും മൂണിന്റെയും സണ്ണിന്റെയും കമ്പൈൻഡ് ആക്ഷൻ കൊണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് സാധാരണ ഉണ്ടാകുന്ന ടൈഡ്സിനെക്കാട്ടും ശക്തമായ ടൈഡ്സ് ആയിട്ടുള്ള സ്പ്രിംഗ് ടൈഡ്സ് ഉണ്ടാകുന്നു. നീപ്പ് ടൈഡ്സ്. സൺ, എർത്ത്, മൂൺ ഒരു റൈറ്റ് ആംഗിൾ പൊസിഷനിൽ അല്ലെങ്കിൽ ക്വാഡ്രാച്ചർ പൊസിഷനിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന മോഡറേറ്റ് ടൈഡ്സിനെയാണ് നീപ്പ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഫിഗർ നോക്കാം. മൂണ്, എർത്ത്, സൺ. അല്ലെങ്കിൽ താഴെ നോക്കാം, മൂണ്, എർത്ത്, സൺ. ഈ ഒരു ക്വാഡ്രാച്ചർ റൈറ്റ് ആംഗിൾ പൊസിഷനിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ടൈഡ്സ് ആണ് നീപ്പ് ടൈഡ്സ്. സ്പ്രിംഗ് ടൈഡ് ഉണ്ടായി 7 ദിവസം കഴിഞ്ഞുണ്ടാകുന്ന മോഡറേറ്റ് ടൈഡ്സ് ആണ് നീപ്പ് ടൈഡ്സ്. സണ്ണ് ഓഷന്റെ മേലൊരു ബൾജ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ ബൾജ് മൂണിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ക്യാൻസലായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം മൂൺ എന്ന് പറയുന്നത് എർത്തിനടുത്തായിട്ടാണ് കൂടുതൽ കാണപ്പെടുന്നത്, സണ്ണിനെക്കാട്ടും കൂടുതലടുത്ത് മൂണാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കമ്പാരിറ്റീവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൺ ഉണ്ടാക്കുന്ന ബൾജിനെ മൂണ് ക്യാൻസൽ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഹൈറ്റ് കുറഞ്ഞ ടൈഡ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. നീപ്പ് ടൈഡ്സിന്റെ പ്രത്യേകത, ഹൈ ടൈഡ്സ് എന്ന് പറയുന്നത് വളരെ ലോവർ ആയിരിക്കും, ലോ ടൈഡ്സ് എന്ന് പറയുന്നത് ആവറേജ് ടൈഡിനെക്കാട്ടും കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും. ഇനി സ്പ്രിംഗ് ടൈഡ്സിനെ പോലെ തന്നെ നീപ്പ് ടൈഡ്സും ഒരു ലൂണാർ മന്തിൽ 2 തവണയാണ് ഉണ്ടാകുന്നത്. അത് ഉണ്ടാകുന്നത് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദ മൂണും തേർഡ് ക്വാർട്ടർ ഓഫ് ദ മൂൺ, അതായത് മൂണ് ഹാഫായി കാണുന്ന സമയങ്ങളിലാണ് നീപ്പ് ടൈഡ്സ് ഉണ്ടാവുന്നത്. ആദ്യം ഫിഗർ ഒന്ന് നോക്കാം. സണ്ണിൽ നിന്നുള്ള ടൈഡൽ ബൾജിനെ യെല്ലോ കളറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൂണിൽ നിന്നുള്ള ടൈഡൽ ബൾജിനെ ആഷ് കളർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ടോട്ടൽ ബൾജിനെ വൈറ്റ് കളറിലാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഫിഗറിൽ സ്പ്രിംഗ് ടൈഡും നീപ്പ് ടൈഡും കാണിക്കുന്നുണ്ട്. സ്പ്രിംഗ് ടൈഡിന്റെ സമയത്ത് നമുക്ക് നോക്കാം, മൂണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. നീപ്പ് ടൈഡിന്റെ പൊസിഷനിൽ മൂണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. വീണ്ടും സ്പ്രിംഗ് ടൈഡ് വരുമ്പോൾ മൂണിന്റെ പൊസിഷൻ ഇവിടെയായിരിക്കും. വീണ്ടും നീപ്പ് ടൈഡ് വരുമ്പോൾ മൂണിന്റെ പൊസിഷൻ ഇവിടെയായിരിക്കും. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പെരിജിയൻ ടൈഡ്സ് ആൻഡ് അപ്പോജിയൻ ടൈഡ്സ് ആണ്. ആദ്യം എന്താണ് പെരിജിയൻ, അപ്പോജിയൻ നോക്കാം. എർത്തും മൂണും തമ്മിലുള്ള ഏറ്റവും ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ാണ് പെരിജി എന്ന് പറയുന്നത്. അതേസമയം എർത്തും മൂണും തമ്മിലുള്ള ഫാർത്തസ്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് ഡിസ്റ്റൻസിനെ അപ്പോജി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് പെരിജി ടൈമിൽ ഉണ്ടാകുന്ന ടൈഡ്സിനെ പെരിജിയൻ ടൈഡ്സ് എന്ന് വിളിക്കുന്നു. ഇത് മാസത്തിൽ ഒരിക്കലാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള ഹൈയും ലോ ടൈഡ്സും ഉണ്ടാകുന്നു. ആ സമയത്ത് ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത് സാധാരണ ടൈഡൽ റേഞ്ചിനെക്കാട്ടും കൂടുതലായിരിക്കും. ഇനി അപ്പോജിയൻ ടൈഡ്സ്. പെരിജിയൻ ടൈഡ്സ് ഉണ്ടായ 2 വീക്സ് കഴിഞ്ഞ് ഉണ്ടാകുന്ന ടൈഡ്സ് ആണ് അപ്പോജിയൻ ടൈഡ്സ്.
അപ്പോജിയൻ എന്ന് പറയുന്നത് എർത്തിൽ നിന്നും ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ മൂൺ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് മൂണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉണ്ടാകുന്ന ടൈഡ്സിന്റെ ഹൈറ്റ് വളരെ കുറവായിരിക്കും, ടൈഡൽ റേഞ്ചും കുറവായിരിക്കും. നമുക്ക് നോക്കാം. ഈ ഒരു പൊസിഷനെയാണ് പെരിജിയൻ പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെരിജി എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷനെയാണ് അപ്പോജി എന്ന് പറയുന്നത്. പെരിജിയൻ ടൈമിൽ എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3,57,000 കിലോമീറ്റർ ആണ്. അതേസമയം അപ്പോജിയൻ പൊസിഷനിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എബോവ് 4 lakh ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ടൈഡ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Magnitude of tides based on perihelion and aphelion of Earth. എന്താണ് പെരിഹീലിയൻ എന്ന് നോക്കാം. എർത്തും അതുപോലെ തന്നെ സണ്ണും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് പെരിഹീലിയൻ എന്ന് വിളിക്കുന്നത്. പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡ്സ് ആയ പെറി മീൻസ് അറൌണ്ട്, ഹീലിയസ് മീൻസ് സൺ എന്ന രണ്ട് വേർഡ്സിൽ നിന്നാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. ഇനി എർത്ത് സണ്ണുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന ദിവസം എന്ന് പറയുന്നത് എല്ലാ വർഷവും 3rd ജാനുവരിയിലാണ്. ഈ സമയത്ത് ടൈഡൽ റേഞ്ച് വളരെ കൂടുതലായിരിക്കും. ആ സമയത്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള ഹൈയും ലോ ടൈഡ്സും ഉണ്ടാകുന്നു. ഇനി എർത്ത് സണ്ണിൽ നിന്നുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫാർത്തസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാകുന്നത് 4th ജൂലൈയിലാണ്. ആ സമയം ഉണ്ടാകുന്ന ടൈഡൽ റേഞ്ച് വളരെ കുറവായിരിക്കും. ടൈഡ്സ് കമ്പാരിറ്റീവ്ലി ഹൈറ്റും വളരെ കുറവായിരിക്കും. അടുത്ത മറ്റൊരു ടൈപ്പ് ടൈഡ്സ് ആണ് ട്രോപ്പിക്കൽ ആൻഡ് ഇക്വറ്റോറിയൽ ടൈഡ്സ് എന്ന് പറയുന്നത്. മൂണിന്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനോ മുകളിലായിട്ട് വരുന്ന സമയത്ത് ഡയറൂണൽ ഇൻഇക്വാളിറ്റി മാക്സിമം ആയിരിക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന ടൈഡ്സിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ടൈഡ്സ്. ഇനി മൂണിന്റെ പൊസിഷൻ ഇക്വേറ്ററിനോ അതിനടുത്തോ അതിന്റെ മുകളിലോ ആയിരിക്കുന്ന സമയത്ത് ഡയറൂണൽ ഇൻഇക്വാളിറ്റി മിനിമം ആയിരിക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന ടൈഡ്സിനെ വിളിക്കുന്ന പേരാണ് ഇക്വറ്റോറിയൽ ടൈഡ്സ്. ടൈഡൽ ബോർ. എന്താണ് ടൈഡൽ ബോർ എന്ന് നോക്കാം. ഓഷ്യനിലെ പോലെ തന്നെ ഗൾഫിലും ബേയിലും എക്സ്റ്ററീസിലും ഒക്കെ ടൈഡ്സ് ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഗൾഫിന്റെ പ്രത്യേകത അതിന് വൈഡ് ആയിട്ടുള്ള ഫ്രണ്ടും നാരോ എൻട്രൻസും ആണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ടൈഡ്സ് ഹയർ ടൈഡ്സ് ആയിരിക്കും. ഈ ടൈഡ്സ് ഉണ്ടാവുന്ന സമയത്ത് ആ ഗൾഫിലെ ചാനലിൽ കൂടെ വാട്ടറിന്റെ ഇൻ മൂവ്മെന്റും ഔട്ട് മൂവ്മെന്റും ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള വാട്ടർ മൂവ്മെന്റിനെ ടൈഡൽ കറണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇനി ഗൾഫിലെയോ അല്ലെങ്കിൽ ഒരു എക്സ്റ്ററിയിലെയോ ഒക്കെ ഒരു നാരോ എൻട്രൻസ് വഴി ടൈഡ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ടൈഡൽ വേവിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് റിവർ വാട്ടർ അവിടെ പൈലപ്പ് ചെയ്യുകയും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഫ്രിക്ഷൻ കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാട്ടർ ഒരു വെർട്ടിക്കൽ വാൾ ഓഫ് വാട്ടർ ആയിട്ട് അപ്സ്ട്രീം ആയിട്ട് റഷ് ചെയ്ത് കാണപ്പെടുന്നു. ഒരു സ്റ്റീപ്പ് നോസ്ഡ് ടൈഡ് ക്രസ്റ്റ് ആണത്. പക്ഷെ അത് കാണപ്പെടുന്നത് വളരെ വെർട്ടിക്കൽ ആയിട്ടുള്ള വാട്ടർ റഷ് ആയിട്ടാണ്. അതിനെയാണ് ടൈഡൽ ബോർ എന്ന് വിളിക്കുന്നത്. ടൈഡൽ ബോർ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഇൻകമിങ് ആയിട്ടുള്ള ടൈഡൽ വേവ് അവിടെ ഉണ്ടായിരിക്കണം, വളരെ നാരോ ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ഒരു വാട്ടർ ചാനൽ ഉണ്ടായിരിക്കണം, പക്ഷെ അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കണം, റിവർ ഫ്ലോ എന്ന് പറയുന്നതും കൂടുതലായിരിക്കണം. ഇതൊരു ടൈഡൽ ബോർ ആണ്. നോർമലായിട്ട് ഒഴുകുന്ന ഒരു എക്സ്റ്ററി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ മുകളിലായിട്ടൊരു ടൈഡൽ ബോറും കാണുന്നു.